ഹായ്. അപ്പോൾ നമ്മളിന്ന് മലേഷ്യയിലുള്ള തന്നെ നമ്മൾ ബട്ടുവ കേവ് കണ്ടതിന് ശേഷം രാവിലെ മോർണിംഗിൽ നമ്മൾ ബട്ടുവ കേവ് മുരുകൻ്റെ അമ്പലത്തിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഇപ്പോൾ നമ്മൾ എന്താ പറയുക ഒരു സർപ്രൈസിങ് ഏരിയയിലേക്ക് കേട്ടോ പോകുന്നത്. അപ്പോൾ നമ്മൾ റോഡിലൂടെ പോകുമ്പോഴുള്ള ഒരു വ്യൂ ആട്ടോ ഈ കാണുന്നത്. അടിപൊളി വ്യൂ ആണ്, നമുക്ക് ഒട്ടും ബോറടിക്കില്ല. കാരണം രണ്ട് സൈഡിലുമുള്ള മരങ്ങളൊരു പ്രത്യേക ടൈം നമ്മുടെ നാട്ടിലുള്ള പോലെയൊന്നും അല്ലായിരുന്നു. കാരണം ക്രിസ്മസ് ട്രീ ഒക്കെ നമുക്ക് കാണില്ലേ, അങ്ങനത്തെ തരം ഒരു മരങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ നിറച്ച് പൂക്കളൊക്കെ ഉള്ള മരങ്ങളും അങ്ങനത്തെയും ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമുക്ക് ഇറങ്ങി ഫോട്ടോ എടുക്കാനുള്ള ടൈമൊന്നും ഇല്ലായിരുന്നു. കാരണം ഗൈഡ് കൂടെ ഉള്ളതുകൊണ്ട് അവർ ടൈമിംഗ് ഉണ്ട്. ഒരു 12 മണിയാകുമ്പോൾ നമ്മളവിടെ കൊണ്ടുവിട്ട് ഒരു 5 o'clock ആകുമ്പോഴത്തേനും തിരിച്ചു വരും എന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങളിവിടെ നിന്നോ, നിങ്ങൾക്ക് അവിടെ ഒന്നും കുറേ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ഒന്നും ഒരു വണ്ടി നിർത്തിയില്ല. ഇപ്പം നമ്മൾ കേബിൾ കാർ കയറാൻ, ഇവിടെ നമ്മൾ കേബിൾ കാർ കയറിയിട്ട് വേണം അവിടേക്ക് പോകാനാണ്. ഗെൻറ്റിംഗ് ലാൻഡ് എന്നാണ് അവിടെ പറയുന്നത്. ഒരു മലേൻ്റെ മുകളിലാട്ടോ ഈ മാളുള്ളത്. അപ്പം അവിടേക്കാണെങ്കിൽ നമ്മൾ ഈ കേബിൾ കാറിൽ നമ്മളിപ്പം എന്താ പറയുക, നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം കേബിൾ കാറിൽ പോകണമെങ്കിൽ. അപ്പം ഞങ്ങൾ ഫാമിലി ഒരുമിച്ച് 4 പേര് ഒരുമിച്ച് ഒരു ഇതിലായിരുന്നു, കേബിൾ കാറിലായിരുന്നു കയറിയിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ നമ്മൾ കയറുന്ന സമയത്ത് തന്നെ അവർ നമ്മളെ ഫോട്ടോ എടുത്തിട്ട് നമുക്ക് ക്യാഷ് പേ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് വരുമ്പോൾ ക്യാഷ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് അവരൊരു നമുക്ക് ആ ഫോട്ടോ ഫ്രെയിം ചെയ്ത് തരും കേട്ടോ. നമുക്ക് വേണമെങ്കിൽ വാങ്ങിച്ചാൽ മതി, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മതി. അവരെന്തെങ്കിലും ഫോട്ടോ എടുക്കും, നമുക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ അവരത് ഒഴിവാക്കുകയും ചെയ്യും. പിന്നെ ഇപ്പം ഞങ്ങൾ ഈ കേബിൾ കാറിൽ 2 സ്റ്റേഷനുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റായിരുന്നു. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഈ കേബിൾ കാറിൽ കയറുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു, എങ്ങനെയാണിത് ഈശ്വര വീണ് പോകുമോ, ഇതിനുള്ളിൽ കയറുന്ന സമയത്ത് നമുക്ക് എത്ര പേരുണ്ടാവും എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കയറിയപ്പോൾ ഒരു കുഴപ്പമുണ്ടായില്ല. നമ്മൾ ആ എന്താ പറയുക, താഴത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു പേടി ഉണ്ടാവില്ല. ഫസ്റ്റ് കയറിയ ടൈമിൽ ഒരു ചെറുതായിട്ട് തോന്നിയിരുന്നു, പിന്നെ അങ്ങനത്തെ ഒരു പ്രശ്നം തോന്നിയില്ല കേട്ടോ. പിന്നെ അതിൻ്റെ ഈ കേബിൾ കാറിൻ്റെ ഉള്ളിൽ തന്നെ ഒരു സ്പീക്കർ ഉണ്ടായിരുന്നു. അവർ ലാൻഡ് ചെയ്യാനുള്ള സമയമാകുമ്പോൾ നമ്മളോട് പറയും ഇങ്ങനെ ലാൻഡ് ചെയ്യാനായി. ഇവിടെ 2 സ്റ്റോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്ന് ഒരു ഇതാകണ്ടോ, ഈ ബുദ്ധൻ്റെ ഈ ചൈനീസ് ടെമ്പിളിൻ്റെ അടുത്തൊരു സ്റ്റോപ്പുണ്ട്. ഇവിടെ ഇറങ്ങിയിട്ട് നമുക്ക് ചൈനീസ് ടെമ്പിളിൽ പോയി അവിടെ കുറച്ച് നേരം നിന്നതിൻ്റെ ശേഷം തിരിച്ച് ഈ സ്റ്റേഷനിലേക്ക് തന്നെ വന്ന് നമുക്ക് ഇവിടുന്ന് 2ാമത് കേബിൾ കാർ കയറിയിട്ട് മാളിലേക്ക് പോവാം. പക്ഷേ ഞങ്ങൾ ഡയറക്റ്റ് പോവുക ചെയ്ത്, കാരണം കുറേ നേരം മാളിലായിരിക്കും കൂടുതൽ സ്പെൻഡ് ചെയ്യേണ്ടി വരിക. ഇതാണ് ഫസ്റ്റ് സ്റ്റേഷൻ കേട്ടോ. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഉള്ളതാണ് സെക്കൻഡ് സ്റ്റേഷന്. അപ്പം മാളിലാകുമ്പോൾ നമുക്ക് കുട്ടികൾക്ക് കളിക്കാനുള്ളതൊക്കെ അവിടെയാണുള്ളത്. അപ്പോൾ കുറേ ടൈം അവിടെ നിൽക്കേണ്ടി വരും. അപ്പം സ്കൈ വേൾഡൊക്കെ അവിടെയാണുള്ളത്. പിന്നെ ഇൻഡോർ ഗെയിമിങ്ങും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എന്താക്കി ഫസ്റ്റ് ഇവിടേക്കാണ് പോകുന്നത്. അപ്പം ഇതിൻ്റെ ഇപ്പോൾ സ്റ്റേഷനിൽ എത്തി തുടങ്ങി കണ്ടോ. ഇതാണ് സ്റ്റേഷൻ, സെക്കൻഡ് സ്റ്റേഷനാണ്. ഇപ്പോൾ സ്റ്റേഷനിൽ നമ്മൾ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് മാളിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റും. അപ്പം മാളിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ എന്താ പറയുക, നമുക്ക് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ മാളിൻ്റെ ഉള്ളിൽ ഫുള്ളല്ല നമ്മൾ കയറിയ ചൈനീസ് റെസ്റ്റോറൻറ്റൊക്കെയാണ് ആദ്യമൊക്കെ നമ്മൾ കാണുന്നത് കേട്ടോ. പിന്നെ ഫുഡും സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടുക, KFC ബർഗറൊക്കെ ഉണ്ട്. പക്ഷേ കുറച്ച് റേറ്റ് കൂടുതലാണെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ മാള് ഭയങ്കര വലിയ മാളാട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് കാണാനുണ്ട് കേട്ടോ. അപ്പോൾ ഈ മാളിൻ്റെയും അതേപോലെ സ്റ്റേഷൻ്റെയും ഉള്ളിലൂടെ നമുക്ക് മുകളിലേക്ക് കയറാൻ പറ്റും കേട്ടോ. അതിൻ്റെ മുകളിൽ കയറിയ ഫുള്ള് വ്യൂവും കിട്ടും, ഔട്ട്ഡോർ വ്യൂ മൊത്തം കിട്ടും. നമ്മൾ കേബിൾ കാറിൽ വരുമ്പോൾ നമ്മൾ കുറച്ച് ഭാഗങ്ങളൊക്കെ കണ്ടിരുന്നല്ലോ. അപ്പം അത് നമ്മൾ ദൂരെ നിന്നിട്ടല്ലേ കാണുന്നത്. ഇപ്പം നമുക്ക് അടുത്ത് നിന്നിട്ട് നന്നായിട്ട് കാണാൻ പറ്റും. അപ്പം ഞങ്ങൾ മാളിൻ്റെ ഉള്ളിലേക്ക് കയറി. ഭയങ്കര വലിയ മാളാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് കാണാനുണ്ട്. അപ്പോൾ നമ്മൾ എന്താ പറയുക, കുറച്ച് നേരത്തെ വരികയാണെങ്കിൽ രാവിലെ ഒരു 10 മണിയാകുമ്പോഴത്തേക്കും ഇവിടെ എത്തുകയാണെങ്കിൽ വൈകിട്ട് 5 മണി വരെ നമുക്ക് ഒരുപാട് ടൈം ഉണ്ടാവും. ഞങ്ങൾ വന്നത് ഒരു 1 മണി ആയിട്ടുണ്ട്. അപ്പോൾ അധിക ടൈമൊന്നും ഞങ്ങൾക്ക് ഇല്ലായിരുന്നു. എന്നിട്ട് ഞങ്ങൾ 5 മണിയെന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു 7 മണി 6 മണിക്ക് അയക്കുന്നിട്ട് അവർ വിളിച്ചിട്ടാണ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയത് കേട്ടോ. കാരണം ഞങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ അധികം നേരം സ്പെൻഡ് ചെയ്യാനുള്ള, കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലമാണ് ഇവിടെ ഉള്ളത് അധികം. അപ്പോൾ ഇൻഡോർ ഗെയിമിംഗ് ഉണ്ട്, ഔട്ട്ഡോർ ഗെയിമിംഗ് ഉണ്ട്. പക്ഷേ ഔട്ട്ഡോർ ഞങ്ങൾ കുറച്ചേ നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇൻഡോറിൽ തന്നെ ഒരുപാട് നമുക്ക് കാണാനുണ്ടായിരുന്നു. പിന്നെ ഇൻഡോർ ഗെയിമിനൊക്കെ നമ്മൾ ടിക്കറ്റ് എടുക്കണം. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഫാമിലി ടിക്കറ്റും ഉണ്ട്. അതല്ലാതെ നമുക്ക് ഒരു എന്താ പറയുക 10 എണ്ണം 25 എണ്ണം അങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് നമുക്ക് വാങ്ങാം കേട്ടോ. അപ്പം ഞങ്ങൾ അങ്ങനെയാണ് വാങ്ങിച്ചത്. അതാകുമ്പോൾ പിന്നെ നമുക്ക് 2 ടിക്കറ്റ് 3 ടിക്കറ്റൊക്കെയാണ് ഓരോരോ ഗെയിമിനും ആവശ്യമുള്ളത്. അപ്പം നമുക്ക് കുട്ടികൾക്കാണല്ലോ കൂടുതലും കയറേണ്ടത്. ഫാമിലിയെ നമ്മൾ 4 പേര് നമ്മളെല്ലാത്തിനും കയറാൻ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലല്ലോ.
അപ്പം കുട്ടികൾ കൂടുതൽ അവർക്ക് കൂടുതൽ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെയാണ് വാങ്ങിച്ചത്. അപ്പം അവർക്ക് എല്ലാത്തിലും കയറാൻ പറ്റും, ഒന്നിൽ തന്നെ ഒരുപാട് ടൈം കയറാൻ പറ്റും. പിന്നെ തിരക്കാവുന്നതുകൊണ്ട് നമുക്കിങ്ങനെ ക്യൂ നിന്ന് കുറച്ച് ടൈം പോവും, അങ്ങനെയുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, ഈ മാളിൻ്റെ ഉള്ളിൽ തന്നെ കാസിനോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതുണ്ടായിരുന്നു. അവിടെ നമുക്ക് ഈ കുട്ടികൾക്കൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല, നമുക്ക് വലിയ ആൾക്കാർക്ക് മാത്രമേ അതിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ഉള്ളൂ. ഞങ്ങൾ പോയിട്ടില്ല. ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഇതേപോലെ ഈ കളിക്കുന്ന എന്താ പറയുക, ഈ ക്യാഷ് വെച്ച് കളിക്കുന്ന ആ ഒരു ഇതായിരുന്നു. അപ്പം ഞങ്ങൾ പിന്നെ അതിൻ്റെ ഉള്ളിൽ കുട്ടികൾക്ക് കയറാനും പറ്റില്ല, അപ്പം ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടില്ലായിരുന്നു. ഇതാണ് ഇൻഡോർ ഗെയിമിൻ്റെ എൻട്രൻസ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് ഗെയിം ഉണ്ടായിരുന്നു കേട്ടോ. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് ഔട്ട്ഡോർ ഗെയിമാണ്. ഇവിടെ ഞങ്ങൾ ഉള്ളിലൊന്നും ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, കാരണം നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് ഇതേപോലെ ഫാമിലി ടിക്കറ്റ് കേട്ടോ ഇവിടെ എടുക്കുക. പിന്നെ ചിൽഡ്രൻസിന് വേണമെങ്കിൽ മാത്രം എടുക്കുക, പക്ഷെ അത് വലിയ കുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് അവർ നമുക്ക് ഒരു ലോക്കർ തരും. അതിൻ്റെ ഉള്ളിൽ സാധനങ്ങളൊക്കെ വെച്ച് നമ്മൾ ഫോണും കാര്യങ്ങളൊക്കെ അതിൽ വെച്ച് നമ്മൾ ലോക്ക് ചെയ്യണം. പിന്നെ നമുക്കതൊരു ഡ്രസ്സും തരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അധികം നേരം അവിടെ സ്പെൻഡ് ചെയ്യാനും പറ്റിയില്ല, ഫോട്ടോ എടുക്കാനും പറ്റിയിട്ടില്ല. ഇത് ഇൻഡോറിലാണ് ഞങ്ങൾ കൂടുതലും നേരം നിന്നത് കേട്ടോ. പിന്നെ കാണാനും കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടമായതും ഇവിടെ തന്നെയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ എന്താ പറയുക, മലേഷ്യ പോകുമ്പം പോയിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ഇവിടെ. കേബിൾ കാറിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്കിനി ബുദ്ധൻ്റെ ചൈനീസ് ടെമ്പിളിലേക്ക് പോകണമെങ്കിൽ. അപ്പോൾ ഓക്കെ, ബൈ.